എനിക്ക് കുറെ നാളുകളായിട്ട് ശക്തമായ ചുമയും ജലദോഷവും അതുപോലെ കഫക്കെട്ട് വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോഴേക്കും നമുക്ക് തീരെ വയ്യാതെയാവും. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ കൈയൊന്നും ഇങ്ങനെ ഒട്ടും തന്നെ പറ്റില്ല. കുറച്ചു നേരം കഴിയണം, പണികളൊക്കെ ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞാലേ അതിനൊക്കെ എനിക്ക് സാധിക്കുമായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ കിടക്കണ പ്രതീതിയേ ഇല്ല. നമ്മുടെ മക്കളുടെ അടുത്തൊക്കെ വന്ന് താമസിക്കണ ഒരു പ്രതീതിയേ ഉള്ളൂ. നമ്മളോടുള്ള പരിചരണവും ട്രീറ്റ്മെന്റും എല്ലാം വളരെ സൗഹൃദത്തിലും വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇവിടുത്തെ എല്ലാ ജീവനക്കാരും ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്ക് പകുതി ആശ്വാസമായി കഴിഞ്ഞു. ഈ 16 ദിവസത്തെ ട്രീറ്റ്മെന്റിൽ എനിക്ക് വന്ന മാറ്റം എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. കൈയൊക്കെ ഇപ്പൊ എനിക്ക് ഈ വിരലുകളൊക്കെ എത്ര വേണമെങ്കിൽ ആവാം. കാൽമുട്ടിലെ വിഷമങ്ങൾ തീർന്നു, ചുമ ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ ബാക്ക് പെയിൻ, കാലിന്റെ ബുദ്ധിമുട്ടുകൾ എല്ലാം തീർന്ന് ഫ്രഷ് ആയ പോലെ തോന്നുന്നു. അത്രയും റിലാക്സ്ഡ് ആണ്. എന്തും ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു. രോഗങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എന്റെ മനസ്സ് വരെ വളരെ റിഫ്രഷ്ഡ് ആയി. ഏതൊരു രോഗത്തിനും പ്രധാനമായിട്ടുള്ള മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാരം തന്നെയാണ്. ആവശ്യമായ നല്ല ആഹാരങ്ങൾ വേണ്ട സമയത്ത് വേണ്ട അളവിൽ കഴിക്കുക. ആ ആഹാരം ക്രമീകരിച്ചാൽ തന്നെ പകുതി മാറി കിട്ടുമെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഇവിടുത്തെ ആഹാരക്രമവും അങ്ങനെ തന്നെ. നിശ്ചിത സമയങ്ങളിൽ ആവശ്യത്തിനുള്ള ഭക്ഷണം നമുക്ക് തരും. അതും ഓരോ രോഗിക്കും എന്തൊക്കെ ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് അറിയാം. അതനുസരിച്ചിട്ടുള്ള ഭക്ഷണമാണ് ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നത്. ആ ആഹാര രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ കാണുന്നത്. ഈ വർഷത്തെ എൻ്റെ പിറന്നാള് ഇവിടെ വെച്ചായിരുന്നു. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പിറന്നാളാണ്. അത്രയും സന്തോഷം കിട്ടി എനിക്ക് പറയുമ്പോൾ തന്നെ കണ്ണ് നിറയാം. അത്രയും സന്തോഷം കിട്ടിയിരുന്നു. മരുന്നുകളെക്കാൾ ഇവിടുത്തെ സൗഹൃദം നിറഞ്ഞൊരു അന്തരീക്ഷം, അത് മറക്കാൻ പറ്റില്ല. എല്ലാവർക്കും വളരെ നന്ദി. ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ നന്ദിയോടെ ഓർമ്മിക്കും.